ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട പരസ്യ പ്രചാരണം ഇന്നലെ അവസാനിച്ചു. 2 ഘട്ടങ്ങളിലായുള്ള തിരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും. 11-നാണ് രണ്ടാം ഘട്ടം. 243 നിയമസഭാ സീറ്റുകളിലെയും വോട്ടെണ്ണൽ നവംബർ 14-ന് നടക്കും. നിയമസഭയിലേക്കാണ് തിരഞ്ഞെടുപ്പെങ്കിലും ദേശീയമായി വലിയ പ്രാധാന്യമാണ് ബീഹാറിലെ വോട്ടെടുപ്പിന് ഉള്ളത്. രാജ്യത്ത് വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണം നടത്തിയ സംസ്ഥാനമെന്ന നിലയിൽ ആ പ്രക്രിയയിലെ ക്രമക്കേട് തന്നെയാണ് പരമപ്രധാനം. ന്യൂനപക്ഷങ്ങളെയും പാർശ്വവൽകൃതരെയും വെട്ടിനിരത്തി വോട്ടവകാശം നിഷേധിക്കുകയും അനധികൃതമായി കൂട്ടിച്ചേർക്കലുകൾ നടത്തുകയും ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷം ഒന്നടങ്കം ചൂണ്ടിക്കാട്ടുകയും ആരോപണങ്ങൾ പ്രഥമദൃഷ്ട്യാ തള്ളിക്കളയാനാകില്ലെന്ന് സുപ്രീം കോടതി നിരീക്ഷിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പട്ടിക പരിഷ്കരണം നടത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരമുണ്ടെന്ന സാങ്കേതികതയിൽ തൂങ്ങി പുതുക്കിയ പട്ടികയനുസരിച്ച് തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് കമ്മീഷൻ. തിരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ അക്രമങ്ങളോടും ഒരു വിട്ടുവീഴ്ചയും കാണിക്കില്ലെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ പ്രസ്താവിച്ചിട്ടുണ്ടെങ്കിലും ഇത് എത്രമാത്രം ആത്മാർത്ഥമാണെന്ന് അനുഭവിച്ചറിയണം. ഒക്ടോബർ 30-ന് മൊക്കാമ നിയോജക മണ്ഡലത്തിലെ ജൻസൂരജ് പാർട്ടി റാലിയിൽ ഉണ്ടായ വെടിവെപ്പിൽ ഒരു പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് CECയുടെ പ്രഖ്യാപനം. എന്നാൽ സുരക്ഷയുടെയും സുതാര്യതയുടെയും പേരിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപണം ശരിവെക്കുന്ന നടപടികളല്ലേ കമ്മീഷനിൽ നിന്ന് ഉണ്ടാകുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പിൽ നിരീക്ഷകരായി നിയോഗിച്ചിരിക്കുന്നത് ഭൂരിഭാഗവും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് എന്നത് സംശയം വർദ്ധിപ്പിക്കുന്നു. 243 മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ IAS ഓഫീസർമാരെ നിയോഗിച്ചിട്ടുണ്ട്. ഗുജറാത്തിൽ നിന്ന് മാത്രം 14 പേരുണ്ട്. പ്രതിപക്ഷം ഭരിക്കുന്ന പശ്ചിമ ബംഗാൾ, കർണാടക എന്നിവിടങ്ങളിൽ നിന്നുള്ളവരുടെ എണ്ണം കുറവാണ് താനും. ബീഹാറിലെത്തിയ IAS ഉദ്യോഗസ്ഥരിൽ 68% BJP ഭരണത്തിന് കീഴിലുള്ളവരാണ്. 68% മണ്ഡലങ്ങളിൽ വിന്യസിച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരും BJP സംസ്ഥാനങ്ങളിൽ നിന്നാണ്. 2020-ലെ തിരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന മണ്ഡലങ്ങളിലാണ് ഭരണകക്ഷി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുള്ളത് എന്നത് ദുരൂഹമാണ്. കഴിഞ്ഞകാല തിരഞ്ഞെടുപ്പുകളിൽ UP ഉൾപ്പെടെ സംസ്ഥാനങ്ങളിൽ സുരക്ഷാ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ന്യൂനപക്ഷ വോട്ടർമാരെ ബൂത്തിലെത്താൻ പോലും അനുവദിക്കാതെ തിരിച്ചയച്ച ചരിത്രവും നമ്മുടെ മുൻപിലുണ്ട്. ഭരണകക്ഷിയായ NDAയുടെ താരപ്രചാരകനായ നരേന്ദ്രമോദിയാകട്ടെ പതിവ് പോലെ വർഗീയ വംശീയ പരാമർശങ്ങൾ കൊണ്ട് എതിരാളികൾക്കെതിരെ വികാരം ഇളക്കിവിടാനുള്ള ശ്രമത്തിലുമാണ്. സിഖ് കൂട്ടക്കൊല നടന്നത് കോൺഗ്രസിന്റെ കാലത്താണെന്ന് ബീഹാറിലെ ഒരു റാലിയിൽ മോഡി പറയുമ്പോൾ അതിന്റെ ഉദ്ദേശശുദ്ധി വ്യക്തമാണ്. ഛത് പൂജയെ RJD അപമാനിച്ചുവെന്നും മോഡി കുറ്റപ്പെടുത്തി. SIR-നെതിരായ പ്രതിപക്ഷ യാത്ര നുഴഞ്ഞുകയറ്റക്കാർക്ക് വേണ്ടിയാണെന്നും ബീഹാറിലേക്ക് നുഴഞ്ഞുകയറിയവരെ ഇവിടുത്തെ വിഭവങ്ങൾ ചൂഷണം ചെയ്യാൻ അനുവദിക്കില്ലെന്നും മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് മോഡി പറഞ്ഞു. മഹാകുംഭമേളയെ അടക്കം പരിഹസിച്ചവരാണ് RJD-ക്കാരെന്നും ഇത് നിങ്ങൾ ക്ഷമിക്കുമോ എന്നും അദ്ദേഹം ചോദിച്ചു. BDയുമായി താരതമ്യം ചെയ്തുകൊണ്ട് കേരളത്തിലെ ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ ബീഹാറിനെ അപമാനിച്ചെന്നാണ് മറ്റൊരു ആരോപണം. അതേസമയം വോട്ടിനു വേണ്ടി പ്രധാനമന്ത്രി എന്തും ചെയ്യും. അദ്ദേഹത്തോട് യോഗ ചെയ്യാൻ പറയൂ, അദ്ദേഹം കുറച്ച് ആസനങ്ങൾ ചെയ്യും. പക്ഷേ തിരഞ്ഞെടുപ്പിന് ശേഷം പാട്ടും നൃത്തവും എല്ലാം അഡാനിയും അംബാനിയും ചെയ്യും. ഇതെല്ലാം വെറും നാടകം മാത്രമാണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശത്തിനെതിരെ BJP തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ്. കോൺഗ്രസ് MP പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ അന്തസ്സ് താഴ്ത്തിയെന്നുമാണ് BJPയുടെ ആരോപണം. ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴെല്ലാം രാജ്യത്തെ അപമാനിച്ചുവെന്ന് പറയുന്ന മോഡി ചെയ്യേണ്ടത് അപമാന മന്ത്രാലയം രൂപീകരിക്കുകയാണെന്ന് പ്രിയങ്ക ഗാന്ധി അതിന് മറുപടി നൽകി. അധികാരത്തിലെത്തിയാൽ സീതാക്ഷേത്രം സാക്ഷാത്കരിക്കുമെന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബീഹാർ ജനതയ്ക്ക് നൽകിയ വാഗ്ദാനം. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ളതും അവയ്ക്കസിതവുമായ ഒരു സംസ്ഥാനത്തിന് കേന്ദ്ര ഭരണകൂടം ഒരു മതവിഭാഗത്തിന്റെ ആരാധനാലയം വാഗ്ദാനം ചെയ്യുമ്പോൾ അവരുടെ ലക്ഷ്യം എന്താണ് എന്നതിന് വേറെ തെളിവ് വേണ്ടതില്ലല്ലോ. അത് നേടിയെടുക്കാൻ അവർ ഏത് കുതന്ത്രവും പ്രയോഗിക്കുമെന്നതുകൊണ്ട് ബീഹാറിലെ തിരഞ്ഞെടുപ്പ് സുതാര്യമാകുമോ എന്ന് കണ്ടറിയണം.